ദിവസം നമ്മൾ ട്രിഗ്നോമെട്രി എന്ന പാഠം പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെ കുറച്ച് റിലേഷൻസ്, അവ തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച അത്രയും ഭാഗത്തിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ഒരു ചെറിയ എക്സസൈസ് ഉണ്ട്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ആ എക്സസൈസ് ഫുൾ എക്സ്പ്ലനേഷനോട് കൂടെ തന്നെ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. So, question ഇതാണ്. In the triangle shown, what is the perpendicular distance from the top vertex to the bottom side? What is the area of the triangle? എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആംഗിൾ 120 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡും 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ടോപ്പിൽ നിന്ന് ഈ ബോട്ടത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഉണ്ടെങ്കിൽ ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്തായിരിക്കും? ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഇത് 120 ഡിഗ്രി ആണ്. 4 സെന്റിമീറ്റർ നമുക്ക് ഈ ട്രയാങ്കിളിനെ ABC എന്ന് നെയിം ചെയ്യാം അല്ലെ? ഇനി നമുക്ക് ആംഗിൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, സൈഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്യാം. ABC എന്ന് നമ്മൾ ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്തു. ഓക്കെ, ഇനി 120 ഡിഗ്രി ആണ് ആംഗിൾ A എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4 സെന്റിമീറ്റർ രണ്ട് ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ അത് എന്താണ്? ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്തറിയാം? സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? സോ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ആണ് 180 ഡിഗ്രി. ഓക്കെ, സോ ആംഗിൾ A 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ആംഗിൾ Bയും ആംഗിൾ Cയും എന്താണെന്ന് അറിയില്ല. ഓക്കെ, സോ ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ 120നെ LHSൽ നിന്ന് RHSലേക്ക് മാറ്റുന്നു. സോ എന്താവും? -120. അപ്പൊ പ്ലസ് 120 ഇങ്ങോട്ട് മാറ്റുമ്പോൾ -120. ഓക്കെ, ഇനി 180 - 120 60 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ആംഗിൾ Bയും ആംഗിൾ Cയും സെയിം ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ Bയും ആംഗിൾ Cയും 60 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായി? ഇത് രണ്ടും സെയിമും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എന്തായിരിക്കും? 60/2, അതായത് 30 ആയിരിക്കും ഒരു ആംഗിൾ. അതായത് ആംഗിൾ B is equal to ആംഗിൾ C is equal to 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്ര നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എയിൽ നിന്ന് ഒരു D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. എയിൽ നിന്ന് D എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ഈ ലൈന് പെർപെൻഡിക്കുലർ ലൈൻ ആണ് അല്ലെ? ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ലൈന് പെർപെൻഡിക്കുലർ ലൈൻ ആണ് അല്ലെ? പെർപെൻഡിക്കുലർ ലൈൻ ആകുമ്പോൾ എന്തായിരിക്കും? ഈ ആംഗിളിനെ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ 120 എന്നുള്ളത് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എയിൽ നിന്ന് ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ട്രയാങ്കിളിലെ സ്മോൾ ട്രയാങ്കിൾ ADBനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ ADBനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം ആംഗിൾ ADB ഈക്വൽ ടു 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ഓക്കെ, ADB 90 ഡിഗ്രി ആണെന്ന് അറിയാം, കാരണം AD ഒരു പെർപെൻഡിക്കുലർ ആണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ ഒരു ട്രയാങ്കിൾ ADB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും?
ട്രയാങ്കിളിനെ മനസ്സിലാക്കാം. ഇതിന്റെ ആംഗിൾ ഏതിന്റെ റേഷ്യോയിലാണ്? 30 ആംഗിൾസ് ഇൻ ദ റേഷ്യോ. എത്രയാണ് റേഷ്യോ? 30:60:90 ആണ്. ഓക്കെ, 30:60:90 എന്ന റേഷ്യോയിലാണ് ആംഗിൾ കിടക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിലേഷൻ എന്താണ്? ഈ ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 30:60:90, then the sides will be in the ratio എന്താണ്? 1:√3:2. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ സൈഡ് അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 30:60:90 ആണ് ആംഗിൾസിന്റെ റേഷ്യോ എങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും അല്ലെ. സോ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? AD അല്ലെ. അപ്പം AD ഈസ് ടു 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് BD ഈസ് ടു 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് AB അല്ലെ. അപ്പം ഇതാണ് 30:60:90ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AB വിൽ ബി ഇൻ ദ റേഷ്യോ 1:BD√3:2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾക്ക് ഇതിൽ നിന്ന് ഇതുവരെ ചെയ്തത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതിന്റെ കൂടെ നമുക്ക് എന്തു അറിയാം? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ. AB = 4 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ABയുടെ റേഷ്യോ ഇവിടെ എന്താണ്? 2 ആണ്. 2 ടൈംസ് x ആണ് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ x = 4/2. അതായത് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഈ സൈഡിന്റെ ലെങ്ത്? x √3x ആൻഡ് 2x എന്നായിരിക്കും ഈ സൈഡുകളുടെ ലെങ്ത്. സോ x എന്താണ്? 2 √3 × 2 2√3 ആൻഡ് 2 × 2 4. ഇതായിരിക്കും ടോട്ടൽ സൈഡുകളിൽ എല്ലാ സൈഡുകളുടെയും ഓരോ സൈഡുകളുടെയും ലെങ്ത് 2 2√3 ആൻഡ് 4. അപ്പം സോ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ? അപ്പൊ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു ട്രയാങ്കിളിന്റെ AB = 4 സെന്റിമീറ്റർ, AD പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് = 2 സെന്റിമീറ്റർ ആൻഡ് BD = 2√3. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? ഇല്ല, ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഉണ്ട്. ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താ? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ടോട്ടൽ ഏരിയ ഓഫ് ദ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? BC ആണ് ബേസ്. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു ഹൈറ്റ് വിച്ച് ഇസ് എ പെർപെൻഡിക്കുലർ. എപ്പോഴും ഹൈറ്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് 2 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ നമുക്ക് എന്താണ്? BC ആണ് ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ടേം ഉള്ളൂ. കാരണം എന്താ? BD നമുക്ക് അറിയുള്ളൂ, BC എന്താണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണ് ആ കാര്യം? ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ ട്രയാങ്കിൾ ജസ്റ്റ് വലിയ ട്രയാങ്കിളിന്റെ ഹാഫ് ആണ് ഈ ട്രയാങ്കിൾ. സോ BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DCയുടെ ലെങ്ത്തും BDയുടെ ലെങ്ത്തും സെയിം ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? രണ്ടും ഒരു ട്രയാങ്കിൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈക്വൽ ഹാഫ്സ് ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുക. അപ്പൊ നമുക്ക് എന്തറിയാം? BD = DC എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ BD, അപ്പം ടോട്ടൽ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD + BC ആണ്. സോ BD എത്രയാണ്? 2√3 അല്ലെ. 2√3 + 2√3 which is എത്രയാ? 4√3 അല്ലെ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് BC കിട്ടി. അപ്പൊ ഹാഫ് ഇൻറ്റു 4√3 × 2. നമുക്ക് ഹാഫും കട്ട് ചെയ്യാം. അപ്പൊ ടോട്ടൽ ഏരിയ എത്രയാണ്? 4√3
√3 ആണ് ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ. Next question. In each of the following parallelograms, find the distance between the top and bottom side. Calculate the area of each parallelogram. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 2 പാരലോഗ്രാം തന്നിട്ടുണ്ട്. 2 പാരലോഗ്രാമിന്റെയും ഹൈറ്റും ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ലെങ്ത്തും ഏരിയയും കണ്ടുപിടിക്കണം. അതായത് ഹൈറ്റും ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സൈഡ് 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും അവിടെയും 2 സൈഡും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രിയാണ്, അവിടെ 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഹൈറ്റും ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിളിൽ നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ അടുത്ത ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ട്രയാങ്കിൾ ആയി ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 90 ഡിഗ്രി അല്ലേ? 90 പ്ലസ് 45 പ്ലസ് എക്സ് ആണ് 180 ഡിഗ്രി. അതായത് എക്സ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് 45, അതായത് 45 ഡിഗ്രി അല്ലേ? ഈ ആംഗിളും എത്രയാണ്? 45 ഡിഗ്രി ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയാം? 45:45:90 ആണ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് എങ്കിൽ അതിന്റെ സൈഡ് 1:1:√2 അല്ലേ? അപ്പോൾ 45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സൈഡ് AC ആണ്, അടുത്ത 45ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BC ആണ്. അതേപോലെ 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? AB ആണ്. ഓക്കെ, ഇത് എന്തിന്റെ റേഷ്യോയിലായിരിക്കും? 1:1:√2 റേഷ്യോയിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ AB എത്രയാണ് തന്നിട്ടുണ്ട്? 2 ആണ് AB, അതായത് √2x ആണ് AB അല്ലെ? റേഷ്യോ √2 ആണ്. സോ √2x = 2. ഇങ്ങനെയാണ് റേഷ്യോ എന്ന് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത് അല്ലെ? അപ്പം x എന്താണ്? 2/√2 which is again √2 അല്ലെ? 2/√2. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? x എന്ന് പറയുന്നത് √2 ആണെന്ന് മനസ്സിലായി. അതായത് AB equal AC equal BC equal √2 ആണെന്ന് മനസ്സിലായി. അതായത് AC എന്താണ്? √2 ആണെന്ന് നമുക്ക് മനസ്സിലായത്. ഹൈറ്റ് √2 ആണെന്ന് മനസ്സിലായി അല്ലെ? ഹൈറ്റ് √2 ആണെങ്കിൽ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം എന്താണ്? ഏരിയ ഓഫ് പാരലലോഗ്രാം is equal to ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഹൈറ്റ് √2 ആണ്. സോ 4√2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലലോഗ്രാമിന്റെ ഏരിയ. ഓക്കെ, ഹൈറ്റ് √2 ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പാരലലോഗ്രാം സോൾവ് ചെയ്യുമ്പോൾ സെയിം മെത്തേഡ് ആണ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഈ പാരലലോഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 60 പ്ലസ് 90 plus x equal to 180 degree. Sum of the interior angles of a triangle 180 ആണ്. So 180 minus 60 minus 90 equal to x. അതായത് x equal to 30 degree. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഇനി ഇതിനെ നമ്മൾ ABC എന്ന് നമ്മൾ വരച്ച ഈ ട്രയാംഗിളിനെ നമ്മൾ നെയിം ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AC കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ അറിയാം? 30:60:90 ആണ് ഒരു ട്രയാംഗിൾസിന്റെ ആംഗിളിന്റെ റേഷ്യോ എങ്കിൽ അതിന്റെ സൈഡ് വിൽ ബി ഇൻ ദ റേഷ്യോ 1:√3:2 അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് BC is to 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് AC is to 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് AB. ഇത് 1:√3:2 എന്ന റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് AB ഓൾറെഡി അറിയാം അല്ലെ? AB എത്രയാണ്? AB equal to 2 ആണ്. B equal to 2 ആണ്. അപ്പൊ എങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കും? ഇവിടെ ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇത് 2 ആണ്. സോ 2x equal to 2, അതായത് x equal to 2/2 equal to 1. അപ്പൊ നമുക്ക് x 1 ആണെന്ന് കിട്ടി. അപ്പം ACക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് √3 ആണ് അല്ലെ? സോ √3x equal to AC, അതായത് x 1 ആണെങ്കിൽ √3 into 1 equal to AC, അതായത് AC equal to √3. അപ്പൊ ഈ ഹൈറ്റ് √3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് ദി പാരലലോഗ്രാം is equal to ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ ബേസ് ഇൻറ്റു ഹൈറ്റ്.
ബേസ് എന്താണ് 4 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എന്താണ് √3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4√3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഈ ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. Next question. A rectangular board is to be cut along the diagonal and the pieces arranged to form an equilateral triangle as shown below. The sides of the triangle must be 50 cm. What should be the length and breadth of the rectangle? സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിനെ നമ്മൾ മുറിച്ചിട്ട് അത് വെച്ച് നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ടാക്കുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും ഈച്ച് സൈഡ് എത്രയായിരിക്കണം? 50 സെന്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിനെ ഈ ട്രയാങ്കിൾ മുറിച്ചുണ്ടാക്കിയ ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും എത്രയാണെന്ന് നമുക്കറിയാം. 60 ഡിഗ്രി ഈച്ച് ആയിരിക്കും ഈ ഓരോ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും അല്ലേ? അപ്പം നമുക്കറിയാം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു, ഈക്വൽ ഹാഫ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ലൈൻ എന്തായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പം ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ രണ്ട് സ്മോൾ ട്രയാങ്കിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. സോ ഇത് ABC ആൻഡ് ഇത് D ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ഇതിനെ മുറിച്ചു, ഈ ഭാഗമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ മുറിച്ചിട്ട് തിരിച്ചിട്ട് ഈ 90 ഡിഗ്രി ഇവിടെ വരുന്ന രീതിയിൽ വെക്കുന്ന ഭാഗമാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പം ഈ 60 ഡിഗ്രി ആംഗിളിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ? ഇവിടെ വരുമ്പോഴും ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. അപ്പം ചെറിയ ട്രയാങ്കിൾ എടുക്കുന്നു. ABD കൺസിഡർ ചെയ്യുമ്പോൾ 90 + 30 + 60 വിച്ച് ഇസ് ഈക്വൽ ടു 180. ഓക്കെ, അപ്പം അത് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ കറക്റ്റ് ആണ്. ടോട്ടൽ നോക്കുമ്പോൾ 60 60 60 180. ഓക്കെ, അപ്പം ഇതുവരെ ആംഗിൾസിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? ഒരു ട്രയാങ്കിള് 30:60:90 ആംഗിളിന്റെ റേഷ്യോ എങ്കിൽ ഇത് ട്രയാങ്കിൾ ABD ആണ്. ഓക്കെ, ABD എന്ന ട്രയാങ്കിളില് 30:60:90 ആണ് റേഷ്യോ എങ്കിൽ നമ്മുടെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയാം? ABയുടെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. AB = 50. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ മുറിച്ച് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ആ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും 50 സെന്റിമീറ്റർ ആയിരിക്കണമെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം AB എന്താണ്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്, അതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 50. സോ AB = 50 ആണ്. അതായത് AB എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ സൈഡാണ്. അപ്പം 2x = 50 ആണ്. സോ x = 50/2 which is equal to 25. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ് മനസ്സിലായി. അപ്പം 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 30:60:90 അല്ലേ? 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണ്? x. 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണ്? √3x ആൻഡ് 90ക്ക് കറസ്പോണ്ടിങ് ലെങ്ത് 2x. സോ x എന്താണ്? 25. അപ്പം √3x എന്താണ്? 25√3. 2x എന്താണ്? 50. അപ്പം ഇതാണ് എന്ത്? ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും. ഓക്കെ, അപ്പൊ നമുക്കറിയാം x 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x. അപ്പൊ x എത്രയാണ്? 25. ഓക്കെ, BD 25. ഇനി 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ്? 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 25√3 ആൻഡ് 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ 50. ഇതാണ് സൈഡ് 50. സോ ഇതാണ് 3 സൈഡും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്? നമ്മൾ ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് മുറിച്ചിട്ട് ഈ സൈഡാണ്. ഓക്കെ, ഈ ഒരു സൈഡാണ് ഈ സൈഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ്? ഈ 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണൽ ആണ് അല്ലെ? റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ ആണ്
50 സെന്റിമീറ്ററിന്റെ കറസ്പോണ്ടിങ് അല്ലെ, ഈ റെക്റ്റാങ്കിളിന്റെ ഹാഫ് ഇതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയഗണലാണ് 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെയും ആംഗിൾ എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ് അല്ലെ. 90 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നോക്കിയേ, ഈ ഒരു സംഭവം എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ഹാഫ് അല്ലെ. 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഏതാണ് വരുന്നത്? 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 25. 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് വരുന്നത്? 25√3. അപ്പൊ നമ്മൾ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചു. എന്താണ്? 25ഉം 25√3 അല്ലെ. 25ഉം 25√3 ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യന്റെ അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലെ. അതെങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കിൾ, 2 റെക്റ്റാങ്കിൾ ഉണ്ട്. അവ തമ്മിൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വലിയ റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ഹെക്സഗൺ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മൾ ഉപയോഗിച്ച അതേ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിന്റെ സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. സോൾവിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് 90 ഡിഗ്രിയാണ്. അപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് അഗെയിൻ 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പം 90, 60, 130, 180 ആവണമെങ്കിൽ 180 മൈനസ് 90 മൈനസ് 60 എത്രയായിരിക്കും? ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമ്മൾ 2 ട്രയാങ്കിൾ ABC എന്ന വലിയ ട്രയാങ്കിളിനെ ഒരു AD എന്ന പെർപെൻഡിക്കുലർ വരച്ച് 2 ചെറിയ ട്രയാങ്കിൾ ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45:45:90. അടുത്ത ട്രയാങ്കിളിന്റെ ആംഗിൾ 30:60:90 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സൈഡിന്റെ റേഷ്യോ എത്ര നമുക്കറിയാം അല്ലെ, മുമ്പ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? സോ ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിനെ 45:45:90. അപ്പൊ നമ്മൾ ഇതിന്റെ സൈഡ് x വെച്ച് ഡിനോട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. x ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? x=√2x എന്നായിരിക്കും ഇത്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നമ്മൾ y വെച്ചാണെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം y=√3y:2y. അപ്പൊ നമ്മൾ ഇങ്ങനെ 2 രീതിയിൽ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നു അല്ലെ. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് x ആണ്. അപ്പം ഇത് x ആണ്. ഓക്കെ, ഇനി ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും x ആണ്. ആൻഡ് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √2x ആണ്. ഓക്കെ, ഇനി അതുപോലെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എത്രയാണ്? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് y ആണ്. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്താണ്? √3y ആണ് അല്ലെ. ഇവിടെ എക്സും കിട്ടി, ഈ ട്രയാങ്കിളില് എക്സും കിട്ടി, ഈ ട്രയാങ്കിളില് √3y കിട്ടി. ഓക്കെ, ഈ ട്രയാങ്കിള് √3y. ഇനി 90, അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2y ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. നിങ്ങൾ ഇവിടെ കാര്യം ശ്രദ്ധിച്ചോ? ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സൈഡ് കോമൺ സൈഡാണ്. AD എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിളിലുള്ള സൈഡാണ്. അപ്പൊ നമുക്കിവിടെ ഈ ട്രയാങ്കിളില് ഈ സൈഡ് x എന്നും ഈ ട്രയാങ്കിളിൽ ഈ സൈഡിൽ √3y എന്നും കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? x √3y ആണ് അല്ലെ. AD ആണ്, രണ്ടിലും AD ആണ്. അപ്പം x ഈ ട്രയാങ്കിളിൽ AD x, ഈ ട്രയാങ്കിളിൽ AD √3y. പക്ഷെ AD രണ്ടിലും കോമൺ ആണ്, അതായത് x √3y എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം? താഴെ BC എത്രയാണ്? BC x plus y ആണ്. ഓക്കെ, BC x plus y ആണ്. BC x, BD വരെ x, ആൻഡ് അതായത് BD plus DC വരും.
അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ബി സി ടോട്ടൽ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയാം, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണെന്ന് അറിയാം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ് ഈക്വൽ ടു √3y എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണെന്ന് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബാക്കി സോൾവ് ചെയ്യാം. ഓക്കെ, എക്സ് ഈക്വൽ ടു √3y എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് ഈക്വൽ ടു √3y ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ എക്സിന്റെ സ്ഥലത്ത് ഈ √3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം എക്സിന്റെ വാല്യൂ √3y സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, എക്സ് √3y പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 4. ഇതിൽ നിന്ന് y കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ √3 പ്ലസ് വൈ 1 ഈക്വൽ ടു 4. അതായത് y ഇസ് ഈക്വൽ ടു 4 ബൈ √3 പ്ലസ് 1. ഓക്കെ, ഇതാണ് y-ന്റെ വാല്യൂ. ഓക്കെ, ഇതാണ് y-യുടെ വാല്യൂ. y ഇസ് ഈക്വൽ ടു 4 ബൈ √3 പ്ലസ് 1 ടു y ഇസ് ഈക്വൽ ടു 4 ബൈ √3 പ്ലസ് 1 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് y-നെ ഈ √3 ഒക്കെ വെച്ച് പറയുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ √3 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ y-നെ നമുക്ക് ഒരു എളുപ്പമുള്ള രീതിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാം, ഇവിടെ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യാം അല്ലേ. √3 മൈനസ് 1 ബൈ √3 മൈനസ് 1 1 ആണ്. അപ്പം ഈ വൈക്ക് പ്രത്യേകിച്ച് 4 ബൈ √3 പ്ലസ് 1 ഇൻറ്റു 1 എഴുതുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പം നമുക്കറിയാം എ പ്ലസ് ബി എ മൈനസ് ബി ഫോമിലാണ് താഴെ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാം. അപ്പം നമുക്ക് റൂട്ട് ഒഴിവാക്കി കിട്ടും, അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. So y is equal to 4 into √3 minus 1. മുകളിലെ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി. a plus b a minus b എന്താ, a square minus b square, അതായത് √3 square minus 1 square. So √3 square എത്രയാണ്, √3 square minus 1 square. Okay, so ഇതെങ്ങനെ എഴുതും, 4 into √3 minus 1 by √3 the whole square 3 minus 1 which is 2 അല്ലേ. അപ്പോൾ y is equal to 4 into √3 minus 1 by 2 ആണ് നമുക്ക് കിട്ടി അല്ലേ. സോ y equal to 2 into √3 minus 1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കാണണ്ടേ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് കാണേണ്ടത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. സോ ഹാഫ് ഇൻറ്റു ബേസ് 4 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 4 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. അപ്പം നമ്മൾ y ആണ് കണ്ടുപിടിച്ചത്. സോ √3y ആണ് ഹൈറ്റ്. √3 ഇൻറ്റു y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു √3 മൈനസ് 1. ഓക്കെ, അപ്പം ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് ഇവിടെ 2 കിട്ടി. ഈ 2ഉം ഈ 2ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 4 അല്ലേ. 4 ഇൻറ്റു √3 ഇൻറ്റു √3 മൈനസ് 1. നമുക്ക് ഈ 4നെ ഇവിടെ തന്നെ വെച്ചിട്ട് √3 ഇൻറ്റു √3 3 മൈനസ് √3 ഇൻറ്റു 1 √3. 4. നമ്മുടെ ആൻസർ എന്താണ്, ആൻസർ 4 ഇൻറ്റു 3 മൈനസ് √3 എന്നാണ്. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, 4 ഇൻറ്റു 3 മൈനസ് √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ സോ ഇതോടുകൂടി നമ്മൾ ഈ ടെക്സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ പോർഷൻസ് പഠിച്ചു. ആ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു അല്ലേ. ക്വസ്റ്റ്യൻസ് കുറച്ച് ലെങ്തി ആണെങ്കിലും അതിന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ് അല്ലേ. ഇപ്പോൾ ട്രയാങ്കിൾസിൽ ആംഗിൾസ് കണ്ടുപിടിക്കുക, അതിന്റെ റേഷ്യോ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആ റേഷ്യോ വെച്ചിട്ട് നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് വെച്ചിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏരിയ കാണാൻ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഏതാണോ ഫിഗർ അതിന്റെ ഏരിയ കാണാൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഏരിയ, പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഏരിയ. അപ്പോൾ അതിന്റെ ഏരിയയുടെ ഇക്വേഷൻസും കൂടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് എല്ലാം 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുവാണെങ്കിലൊക്കെ നിങ്ങൾ ഈ പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി ട്രിഗ്നോമെട്രിയുടെ ബാക്കി വരുന്ന പോർഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.